ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്ന് യോഹന്നാൻ അതിൻ്റെ ഒന്നാം അധ്യായം, ചില ഭാഗങ്ങൾ ആ ഒന്നാം അധ്യായത്തിൽ നിന്ന് മാത്രമല്ല, ഒന്ന് യോഹന്നാനിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പ്രാരംഭമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുന്നു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്ത കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്, ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെയും ലേഖനത്തിൻ്റെയും തുടക്കം വളരെ സാമ്യമുള്ളത്. രണ്ടിടങ്ങളിലും യോഹന്നാൻ നമ്മളെ ആദി എന്ന 2 അക്ഷരത്തിലൂടെ സമയത്തിനും കാലത്തിനും സൃഷ്ടിക്കും അപ്പുറമുള്ള ദൈവത്തിൻ്റെ അനാദിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ വാക്കിൽ ബൈബിളിലെ തന്നെ ആദ്യ അക്ഷരങ്ങളുടെ പ്രതിധ്വനിയും നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ ഉൽപ്പത്തിയിൽ മോശ നമ്മളെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആദിയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, യോഹന്നാൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്ന വചനത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഉൽപ്പത്തിയിൽ സൃഷ്ടിയുടെ ആദിയിലേക്ക് പോകുമ്പോൾ, ഇവിടെ ഇതാ ദൈവത്തോടുകൂടെ ആയിരുന്ന വചനം, ആ ആദിയിലേക്കാണ് യോഹന്നാൻ കൊണ്ടുപോകുന്നത്. ആദിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകാനല്ല, ആ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്ന വചനം ദൈവമാണെന്ന് പറയാനാ യോഹന്നാൻ നമ്മളെ അവിടേക്ക് കൊണ്ടുപോയത്. അങ്ങനെയാണല്ലോ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ യോഹന്നാൻ ആ സുവിശേഷം തുടങ്ങുന്നു. യോഹന്നാൻ ആ ദൈവത്തെക്കുറിച്ച് അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ദൈവം ഇരുളിൽ പ്രകാശിക്കുന്ന മനുഷ്യരുടെ വെളിച്ചമാണെന്ന് യോഹന്നാൻ പറയുമ്പോൾ, ആ ദൈവത്തിന് നമ്മോടുള്ള ബന്ധം, നമ്മളിലുള്ള പ്രവർത്തനവും എന്താണെന്ന് താൻ എടുത്തു കാണിക്കുക. ആലങ്കാരിക പ്രയോഗങ്ങളിലൂടെ അക്ഷരാർത്ഥത്തിലുള്ള ബന്ധത്തെക്കാൾ ആഴമേറിയതും പ്രതീകാത്മകവുമായ ഒരു ബന്ധത്തെയാണ് ഈ വെളിച്ചം, ഇരുള് എന്നൊക്കെ പറയുന്ന ടേംസിലൂടെ സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. വെളിച്ചത്തിൻ്റെ പ്രതിബിംബത്തിലൂടെ ദൈവമായിരുന്ന വചനത്തെ ഇരുളിൽ കഴിയുന്ന മനുഷ്യനുമായി യോഹന്നാൻ ബന്ധിപ്പിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഞാൻ പിന്നെയും സുവിശേഷത്തിലേക്ക് പോയാല്, 1-ാം അധ്യായം 9 യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നുവെന്നാണ്. അതായത് കന്യാമറിയത്തിലൂടെ യേശു ലോകത്തിലേക്ക് ജനിക്കുന്നതിന് മുൻപേ ഈ വെളിച്ചം മനുഷ്യരിലേക്ക് വന്നുകൊണ്ടിരുന്നുവെന്നാണ് ആ വചനത്തിലൂടെ യോഹന്നാൻ നമ്മളോട് പറയുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിയാൽ, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ആദം അവ്വമാരുടെ അരികിലേക്ക് വെയിലാറിയപ്പോൾ, അതായത് ഇരുൾ മൂടി തുടങ്ങിയപ്പോൾ, യഹോവയായ ദൈവം ഇറങ്ങി വരുന്നത് കാണാം. ഏദൻ പർദീസയിൽ നിന്ന് അവരെ പുറത്താക്കിയെങ്കിലും പാപത്തിൽ വീണ് ഇരുൾ മൂടിയ അവരുടെ ജീവിതത്തിന് വീണ്ടും പ്രതീക്ഷകൾ നൽകുന്ന വെളിച്ചമായിട്ടാണ് ദൈവം അവരുടെ അടുത്തേക്ക് അന്ന് ചെന്നത്. മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിലുടനീളം ദൈവം പ്രതീക്ഷകളുടെ പ്രകാശകിരണവുമായി അവരുടെ അരികിലേക്ക് വന്നത് എങ്ങനെയെന്ന് എബ്രായ ലേഖകന് വളരെ ബ്രീഫായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ദൈവം
പണ്ട് ഭാഗം ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നുവെന്ന അദ്ദേഹം പറയുന്നത്. ഈ ഘട്ടങ്ങളിലെല്ലാം പാപത്തിന്റെ ഇരുളിൽ കഴിയുന്ന മനുഷ്യനുമായി ഉള്ള വെളിച്ചമായി ദൈവം വിവിധ നിലകളിൽ അവരുടെ അരികിലേക്ക് ചെല്ലുന്നതിനെ കുറിച്ചാണ് ഭാഗം ഭാഗമായി വന്നു എന്നവിടെ പറയുന്നത്. ഏറ്റവും ഒടുവില് കാലസമ്പൂർണതയിൽ ദൈവം സ്ത്രീയുടെ സന്തതിയായി ലോകത്തിന്റെ വെളിച്ചമായി നമ്മുടെ ഇടയിൽ പ്രത്യക്ഷമായതിന്റെ സാക്ഷ്യമാണ് യോഹന്നാന് നമ്മളോട് പറയാനുള്ളത്. നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് അതാ. ദൈവമായിരുന്ന ഈ വചനം വെളിച്ചമായി നമ്മുടെ അരികിൽ എത്തിയത് എങ്ങനെയാണെന്ന് പിന്നെയും സുവിശേഷത്തിൽ യോഹന്നാൻ പറയുക 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, ലളിതമായി പറഞ്ഞാൽ വെളിച്ചം, പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വെളിച്ചമായ ദൈവത്തിന്റെ തേജസ് ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു എന്നാണ് യോഹന്നാൻ പറയുന്നത്. നോക്കണേ, ദൃക്സാക്ഷികളിൽ നിന്ന് നേരിട്ട് ലഭിച്ചിട്ടുള്ള അറിവുകൾ മറ്റേതൊരു ഡോക്യുമെന്റിനേക്കാളും വിലയേറിയതും വിശ്വസനീയവുമാണെന്ന് നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ. എന്നാൽ തിരുവഴുത്തുകളിലുള്ള അവരുടെ എഴുത്തുകളില് തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവരുടെ വിമർശനത്തിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ മുനയൊടിക്കുന്നതാണ് ഇന്ന് നമ്മുടെ കൈവശം ലഭിച്ചിട്ടുള്ള പുരാതന കൈയെഴുത്തു പ്രതികളുടെ വലിയ ശേഖരമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റേതൊരു പുരാതന പുസ്തകങ്ങളെക്കാളും വളരെ വലിയ കൈയെഴുത്തു പ്രതിയുടെ പകർപ്പുകൾ ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമുക്കിന്ന് ലഭ്യമാണ്. 5700-ലധികം ഗ്രീക്ക് കൈയെഴുത്ത് പ്രതികൾ തന്നെ നമ്മുടെ കൈവശമുണ്ട്. മറ്റ് പുരാതന ഭാഷകളിലും ആയിരക്കണക്കിന് കൈയെഴുത്ത് പ്രതികൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ മൂലകൃതികളും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആദ്യകാല പകർപ്പുകളും തമ്മിലുള്ള താരതമ്യേന കുറഞ്ഞ സമയവ്യത്യാസം പുതിയ നിയമത്തിന്റെ ഓതന്റിസിറ്റിയെ, അതിൻ്റെ ആധികാരികതയെ അസാധാരണമായ വിധം സാക്ഷ്യപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഹോമറിൻ്റെയോ പ്ലേറ്റോയുടെയോ പോലുള്ള മറ്റ് പുരാതന കൃതികളുടെ വളരെ കുറച്ച് കൈയെഴുത്ത് പ്രതികൾ മാത്രമേ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാനായിട്ടുള്ളൂ ഇതുവരെ. ഈ കണ്ടെത്തിയ പകർപ്പുകൾക്ക് തന്നെ അതിൻ്റെ മൂലകൃതികളുമായുള്ള കാലത്തിൻ്റെ ദൈർഘ്യം, വിടവ് വളരെ വലുതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയം ബൈബിളിൻ്റെ ഓതന്റിസിറ്റിയെ കുറിച്ച് പ്രൂവ് ചെയ്യാനല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. എന്നിരുന്നാലും തിരുവചനത്തിൻ്റെ ആധികാരികതയെ സംശയിക്കുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ പിശാചിന്റെ ഇതേപോലുള്ള വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാനാകും. യോഹന്നാനെ പോലുള്ളവർ പറയുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന സത്യവെളിച്ചമായ യേശുവിലൂടെ ഇരുൾ മാറി ജീവനിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അവർ എങ്ങനെയാണ് ഏകജാതനായവന്റെ തേജസ്സിനെ കണ്ടതെന്ന് കുറെ കൂടി വ്യക്തമായി ഡീറ്റെയിൽഡായി പറയുന്നത് യോഹന്നാൻ തൻ്റെ ലേഖനത്തിലാണ്. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണല്ലോ: ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനത്തെക്കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ നമ്മളോട് പറയുന്നത്. ഇവിടെയും യോഹന്നാന്റെ സാക്ഷ്യം തൻ്റേത് മാത്രമല്ല കേട്ടോ, ഒറ്റയ്ക്ക് ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ട് പറയുകയല്ല. ഇവിടെ യോഹന്നാൻ പറയുന്നത് ഞങ്ങൾ
ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ നോക്കിയത്, അതൊരു ഗ്രൂപ്പിന്റെ സാക്ഷ്യമാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പോലും അവനെ തള്ളി പറഞ്ഞിട്ടല്ല ഒറ്റിക്കൊടുത്തതെന്ന് ഓർക്കണം. ദ്രവ്യാഗ്രഹം കൊണ്ട് അവനാ തെറ്റ് ചെയ്തതാ. കുറ്റബോധത്തിന്റെ പിടിയിൽ അമർന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോഴും അവൻ പറയുന്നത്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്നായിരുന്നല്ലോ. ഇനി യേശുവിനെ ക്രൂശിക്കാൻ ശിക്ഷ വിധിച്ച പീലാത്തോസിന്റെ സാക്ഷ്യവും വളരെ പ്രസിദ്ധമാണല്ലോ. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം മാത്രമല്ല, അവനെ തള്ളിപ്പറഞ്ഞ യൂദയുടെയും അല്ലെങ്കിൽ അവനെ കുറ്റം വിധിച്ച പീലാത്തോസിന്റെയും ഒക്കെ സാക്ഷ്യം നമുക്കതിന് തെളിവായിട്ടുണ്ട് എന്നറിയാം. ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചത്തെ നോക്കുകയും കാണുകയും കേൾക്കുകയും തൊടുകയും ചെയ്ത ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത്, ഇവിടെ യോഹന്നാൻ പറയുന്നത്, പിതാവിനോടുകൂടെ ഇരുന്ന നിത്യജീവനാണെന്ന. അത് തന്നെയാണല്ലോ യോഹന്നാൻ 3:16 നമുക്ക് വാഗ്ദത്തം ചെയ്തത് പിതാവ്. ഇവിടെ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയെന്ന് പറയുമ്പോൾ അവനിലൂടെ നമുക്ക് ലഭിച്ചത് നിത്യജീവനാണെന്ന. യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പല ഉദ്ദേശങ്ങളുണ്ട്. അതിലൊന്ന്, 5-ാം അധ്യായം, ഈ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 13-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണെന്നാണ്. ആ അറിവ് ഇന്ന് ഇത് കേൾക്കുന്ന, ഇനിയും കേൾക്കാനിരിക്കുന്ന ആർക്കും ഇല്ലാതെ പോകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. യോഹന്നാന്റെ സുവിശേഷം എഴുതിയതും ഇതേ കാര്യത്തിനായിരുന്നുവെന്ന് സുവിശേഷത്തിന്റെ അവസാനം 20-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ പറയുന്നത്, യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ബൈബിളില് വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ ദൈവത്വത്തിലും ക്രൂശ് മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും സ്വർഗാരോഹണത്തിലും പുനരാഗമനത്തിലുമുള്ള ആശ്രയത്തെയാണ് യേശുവിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എടുത്തു പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. നമുക്കറിയാം, ഒത്തിരി പേര് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ എന്താണ് അവർ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഞാൻ അതുകൊണ്ടാണ് ഒന്ന് എടുത്തു പറഞ്ഞത്. കാരണം ഇതിൽ ചിലതൊക്കെ വിശ്വസിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവർ, അല്ലെ വിശ്വസിക്കുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഈ ലേഖനത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ 5:20 യോഹന്നാൻ പറയുന്നത് അവൻ സത്യദൈവവും നിത്യജീവനുമാണെന്നാണ്. പക്ഷെ ഇത് വിശ്വസിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. ബൈബിളിലെ ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കും അവർ. യേശുവിനെ കുറിച്ച് അവർക്ക് വലിയ മതിപ്പാണ്. പക്ഷേ ദൃക്സാക്ഷികൾ അടക്കം വെളിപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിലെ യേശുവിൽ വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. യേശു ദൈവമാണെന്ന് സമ്മതിക്കാൻ അവർക്ക് കഴിയുന്നില്ല. യോഹന്നാന്റെ കാലത്ത് സഭയ്ക്കുള്ളിൽ തന്നെ യേശുവിനെ കുറിച്ച് ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കൽ പലതും ഉണ്ടായിരുന്നു. അതിലൊന്ന്, വാസ്തവത്തിൽ താനാ ഈ ലേഖനം എഴുതുന്നത് ആ ദുരുപദേശങ്ങൾക്കെതിരെ കൂടിയാണ്. ഞാൻ പറഞ്ഞ പോലെ അതിലൊന്നാണ് നോസ്റ്റിക്കുകൾ അല്ലെങ്കിൽ ജ്ഞാനവാദികൾ എന്നൊരു കൂട്ടര്. അവര് യേശു ദൈവമാണെന്നാ പറയുന്നത്. അതല്ലേ പറയേണ്ടത്, അല്ലേ? എന്നാൽ പ്രശ്നം അതല്ല. അവർ യേശു ദൈവമായതിനാൽ അവന് അശുദ്ധനായ മനുഷ്യന്റെ ജഡമെടുക്കാൻ കഴിയുകയില്ലെന്നുകൂടി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. മനുഷ്യന്റെ പാപത്തിന് പാപം വരുത്തുവാൻ യേശുവിന് പൂർണ്ണ മനുഷ്യനായേ പറ്റൂ എന്ന തിരുവചന വെളിപ്പാട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല.
അതുകൊണ്ടാണ് യോഹന്നാൻ ഈ ലേഖനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഊന്നി പറയുന്നുണ്ട്, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന്. അന്ന് യേശുവിൻ്റെ മനുഷ്യത്വമായിരുന്നു പ്രശ്നമെങ്കിൽ നമ്മുടെ ഇടയിൽ യേശുവിൻ്റെ ദൈവത്വമാണ് പ്രശ്നമായിരിക്കുന്നത്. യഹോവയുടെ സാക്ഷികള്, മോർമോണുകള്, ഇസ്ലാമിക വിശ്വാസികള്, ഇവരൊക്കെ യേശുവിനെ മറ്റൊരു തരത്തിലാണ് വിശ്വസിക്കുന്നത്. യോഹന്നാന്റെ ഭാഷയില് അങ്ങനെയുള്ളവരാരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിച്ചവരല്ല എന്നാണ് യോഹന്നാൻ നമ്മളോട് പറയുന്നത്. നിത്യജീവൻ പ്രാപിക്കുന്നതിന് മുൻപേ നാം അടക്കമുള്ള സകല മനുഷ്യരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്നാണല്ലോ എഫേസ്യർ 2 പറഞ്ഞിരിക്കുന്നത്. ആദാമ്യ പാപത്തിൽ പിറന്ന സകല മനുഷ്യവർഗത്തിൻ്റെയും നേർചിത്രം കാണിക്കുന്ന ആത്മീയ മരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിനാലാണ് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു കർത്താവ് തന്നെ യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകളോട് പ്രതികരിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ആ കൃപ ലഭിച്ച ദൈവമക്കളുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടെന്നോർക്കുമ്പോൾ ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കാം. കാര്യം അങ്ങനെയാണെങ്കിലും ഈ ലേഖനം തുടങ്ങുന്നത് നിത്യജീവന്റെ അവകാശികളെന്ന് അവകാശപ്പെടുന്ന 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന സഭയോടുള്ള വളരെ ഗൗരവമേറിയ ഒരു സന്ദേശവുമായിട്ടാണ്. വർഷങ്ങളായി കൂട്ടായ്മയിലാണെന്ന് കരുതുന്ന തൻ്റെ വായനക്കാരോട് യോഹന്നാന് പറയാനുള്ളത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ള കാര്യങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും അത് നിങ്ങൾ അറിയേണ്ടതിനുമാണെന്ന് യോഹന്നാൻ അവിടെ പറയുക. ഇത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ വ്യക്തിപരമായി യോഹന്നാൻ പറയുകയല്ല, യോഹന്നാന്റെ മാത്രം അഭിപ്രായമല്ല, ഞങ്ങളുടെ അഭിപ്രായമാണ്. അങ്ങനെ പറയാൻ യോഹന്നാൻ ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും യോഹന്നാന്റെ തുടക്കമേ അങ്ങനെ. സ്നാപക യോഹന്നാന്റെ അടുത്ത് നിന്ന് യോഹന്നാൻ 2 ശിഷ്യന്മാർ യേശുവിനെ അന്വേഷിച്ച് പോകുന്ന ഒരു രംഗമുണ്ടല്ലോ, അവിടെ അന്ത്രയോസിനോടൊപ്പമായിരുന്നു യോഹന്നാൻ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞ് മിനിസ്ട്രിക്ക് വേണ്ടി അവനെ വിളിക്കുമ്പോഴും അവൻ്റെ സഹോദരനായ യാക്കോബിനോടൊപ്പമാണ് യേശു അവനെ വിളിക്കുന്നതെന്ന് പിന്നെയും നമുക്ക് സുവിശേഷങ്ങൾ കാണാം. അങ്ങനെ അവരുടെ ഗ്രൂപ്പ് പിന്നീട് 12 ആയതും നമുക്കറിയാമല്ലോ. യേശുവിനോടൊപ്പമുള്ള ആ ഉണ്ടായിരുന്ന 12 പേരും കേട്ടതും കണ്ടതും നോക്കിയതും അവരുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ചുള്ള സാക്ഷ്യമാണ് യോഹന്നാന് പറയാനുള്ളത്. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഞങ്ങളുടെ സാക്ഷ്യമാണ്. യേശുവിൻ്റെ ദൃക്സാക്ഷികളായിരുന്ന ഞങ്ങൾക്ക് നിങ്ങളോടൊരു സന്ദേശം കൈമാറാനുണ്ട്, പറയാനുണ്ടെന്ന് യോഹന്നാൻ പറയുക. ഇത് AD 85-നും 100-നും ഇടയിലാണ് ഈ ലേഖനം എഴുതിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യോഹന്നാൻ ഇപ്പോൾ വയോവൃദ്ധനാണ്. പത്മോസിലെ തടവിൽ നിന്ന് മടങ്ങി വന്ന ശേഷം തൻ്റെ പ്രവർത്തനം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഏഷ്യ മൈനറിലെ 7 സഭകളിലായിരുന്നു, ആ പ്രദേശത്തായിരുന്നെന്ന് നമുക്ക് വിശ്വസനീയമായ തെളിവുകളുണ്ട്. അപ്പോൾ ഈ ലേഖനത്തിൻ്റെ ഇമ്മീഡിയറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആ പ്രദേശങ്ങളിലുള്ള ദൈവമക്കളായിരിക്കണം. ആ സഭകളുടെ അന്നത്തെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് യേശു കർത്താവ് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വിവരിപ്പാൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ സമയമില്ല. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞവർ, ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ, ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും മടിയില്ലാത്തവർ, ജീവനുള്ളവർ എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവർ, വായിൽ നിന്ന് ഉമന്ന് കളയാൻ തോന്നുന്ന രീതിയിലുള്ള ശീതോഷ്ണവന്മാർ. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കുള്ള സഭയുടെ ചിത്രമാണ് ഈ 7 സഭകളിൽ കൂടെ
തിരുവചനം വരച്ചു കാണിക്കുന്നത്. ഇവരെല്ലാം മാനസാന്തരം ആവശ്യമുള്ള സഭകളായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇന്നിപ്പോഴ് 21-ാം നൂറ്റാണ്ട് എത്തിയിരിക്കുന്ന നമ്മൾ ദൈവസഭയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ആത്മീയ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കപ്പോൾ ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ദൈവസഭയുടെ 1-ാം തലമുറയുടെ അവസാന കണ്ണിയായ യോഹന്നാൻ അപ്പോസ്തലൻ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് അന്നത്തെ വിശ്വാസികളെ ക്ഷണിക്കേണ്ട അവസ്ഥയിലേക്ക് ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ അകലം വർദ്ധിച്ചിരുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരിയും തെറ്റും അടങ്ങിയ നമ്മുടെ ഈ ലോകത്തെ വളരെ ലളിതമായി വരച്ച് കാണിച്ചുകൊണ്ട് ഈ ലേഖനത്തിലൂടെ ദൈവസഭയുടെ ആത്മീയ ച്യുതിയെക്കുറിച്ച് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് മനസ്സിലാകുന്ന സാദൃശ്യങ്ങളിലൂടെ ആത്മീയതയുടെയും ലൗകികതയുടെയും താരതമ്യം ഈ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ പറയുന്ന ക്രിസ്തുവും എതിർ ക്രിസ്തുക്കളും, വെളിച്ചവും ഇരുളും, സത്യവും വ്യാജവും, നീതിയും പാപവും, പിതാവിനോടുള്ള സ്നേഹവും ലോകത്തോടുള്ള സ്നേഹവും, ദൈവത്തിൻ്റെ ആത്മാവിനെയും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെയും എല്ലാം ഈ ലേഖനത്തിൽ യോഹന്നാൻ വേർതിരിച്ച് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴെവിടെയാണെന്ന് മനസ്സിലാക്കാൻ അതിന് വേറെ ആരുടെയും സഹായം വേണ്ട. ഈ ലേഖനം ഒന്ന് വായിച്ച് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവരെല്ലാം ദൈവമക്കളായതിനാൽ അവരെ യോഹന്നാൻ തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ വേറൊരു സംശയം കൂടി ഒരുപക്ഷെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്നുള്ളവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൻ്റെ കൂട്ടായ്മയിൽപ്പെട്ട ഒരു കുടുംബത്തെ മറ്റൊരു സഭാ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ക്യാൻവാസിംഗ് ആണോ ഇതെന്ന് നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകേണ്ടിയ ആഴമേറിയ ഒരു ആത്മീയ കൂട്ടായ്മയുടെ ബന്ധത്തെക്കുറിച്ചാണ് പക്ഷേ യോഹന്നാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ ക്യാൻവാസ് ചെയ്യുകയൊന്നുമല്ല, സഭയിൽ ആളെ കൂട്ടാനല്ല. പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയുള്ള അവരുടെ കൂട്ടായ്മയുടെ മധുരിക്കുന്ന ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളും ആ കൂട്ടായ്മയിലേക്ക് വരണമെന്ന് യോഹന്നാൻ പറയുകയാണ്. നോക്കണേ, കൊയിനോനിയ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ എല്ലാം കൂട്ടായ്മ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. ഈ പദം ബൈബിളിൽ ഏകദേശം 20 തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം കൂട്ടായ്മ, പങ്കാളിത്തം അല്ലെങ്കിൽ പങ്കുചേരൽ, ഇവയെല്ലാം കൂടെ പൊതുവായി ഉള്ളത് പങ്കുവെക്കുക, ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരർത്ഥമാണ്. അപ്പോസ്തല പ്രവൃത്തി 2:42 നമുക്കറിയാമല്ലോ, ആദ്യത്തെ സഭയുടെ ആ രംഗം നമ്മളവിടെ കാണുന്നു. പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ടവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും കൂട്ടായ്മയിലും കൊയിനോനിയയിലും അപ്പം നുറുക്കലിലും പ്രാർത്ഥനയിലും തങ്ങളെ തന്നെ സമർപ്പിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസികൾ സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രോത്സാഹനത്തിലും ഒന്നിച്ചു കൂടുന്നതിനെയാണ് ഈ കൊയിനോനിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിലും പൗലോസ് കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നമ്മൾ വായിച്ചു തുടങ്ങുന്നത് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, അടുത്ത് പറയുന്നത് ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. പിന്നെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് പറയുക, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ എന്ന പൗലോസിൻ്റെ ആഗ്രഹമാണ് ഏത്. ഇവിടെ യോഹന്നാനും പറയുന്നത് തന്നെയല്ലേ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നമ്മുടെ കൂട്ടായ്മകളിൽ ഈ സന്തോഷം എത്രത്തോളം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച നമ്മൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന അറിവ് ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്നത്
നിത്യജീവൻ ഉള്ളവർ തമ്മിലുള്ള ഈ കൂട്ടായ്മയിലൂടെയാണെന്ന് എത്ര പേർക്കറിയാം? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മളിൽ നിത്യജീവൻ വ്യാപരിക്കുന്നുവെങ്കിൽ നമ്മെപ്പോലെ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചവരുമായി കൂട്ടായ്മ ഉണ്ടാകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. കാലത്ത് ദൈവവുമായുള്ള കൂട്ടായ്മ മാത്രം മതിയെന്ന് പറഞ്ഞ് കരുതുന്നവർ ധാരാളമുണ്ട്. ദൈവമക്കളുടെ കൂട്ടായ്മ ആചരിക്കാനുള്ള താല്പര്യം നമുക്ക് എത്രത്തോളം ഉണ്ട് സഹോദരങ്ങളെ? സുവിശേഷീകരണത്തിന്റെ ഭാഗമായി പെരിഷിംഗ് സോൾസിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടും പരസ്പരമുള്ള നമ്മുടെ കൂട്ടായ്മയുടെ ബന്ധം വർദ്ധിപ്പിക്കുന്നത് വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലിൻ്റെയും സ്വഭാവമാണ്. നമ്മൾ മറന്നു പോകരുത്. ഞായറാഴ്ചകളിൽ സാധാരണയായി നമ്മൾ സ്ഥിരം ഇരിക്കാറുള്ള ഇരിപ്പിടത്തിൽ വന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്നതിലൂടെ തിരുവചനം വെളിപ്പെടുത്തുന്ന കൂട്ടായ്മയുടെ പങ്കാളികളാകാൻ നമുക്ക് കഴിയുകയില്ല കേട്ടോ. നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ ആത്മീയ അവസ്ഥയറിഞ്ഞ് അവരെ കൂടി പ്രോത്സാഹിപ്പിച്ച് പങ്കാളികളാക്കി ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് യോഹന്നാൻ പറയുന്നത് പോലെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് എന്ന് ഞാൻ പറയട്ടെ. നോക്കണേ, 5:2 പിന്നെയും അക്കാര്യം തന്നെ വിശദീകരിക്കുക യോഹന്നാൻ. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് ഇതിനാൽ അറിയാമെന്ന് പറയുക. ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവമക്കളെ സ്നേഹിക്കുന്നതും ഒരുമിച്ച് പോകേണ്ടതാണെന്ന് 5:1 വന്ന് തന്നെ പറയുക. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നമുക്കറിയാം, നമ്മെ ജനിപ്പിച്ചവനെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ അങ്ങനെയാണെങ്കിൽ, നമ്മൾ ആ സ്നേഹം ശരിയാണെങ്കിൽ, ആ ദൈവം ജനിപ്പിച്ച മറ്റുള്ള നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ദൈവമക്കൾക്ക് ഒരു ആത്മപരിശോധന ആവശ്യമുള്ളത്. ദൈവത്തിൽ നിന്ന് ജനിച്ച എല്ലാവരെയും നമ്മൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മുടെ സഭക്കാരെയും വീട്ടുകാരെയും ജാതിക്കാരെയും ഭാഷക്കാരെയും ഒക്കെയാണോ മാത്രമാണോ നമ്മൾ സ്നേഹിക്കുന്നത്? സമൂഹത്തിലെ സ്റ്റാറ്റസ് നോക്കിയാണോ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? ദൈവം ജനിപ്പിച്ച എല്ലാവരുമായി കൂട്ടായ്മ ആചരിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എല്ലാവരും നമ്മളുമായി കൂട്ടായ്മയിൽ വരണമെന്ന ആഗ്രഹത്തോടെ യേശുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടോ സഹോദരങ്ങളെ? നോക്കണേ, 1 യോഹന്നാൻ അതിൻ്റെ തന്നെ ഈ 6-7 വാക്യങ്ങളിൽ നമുക്ക് അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നമ്മൾ ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്നും അവിടെ എഴുതിയിരിക്കുന്നു. നമുക്കൊരു ശുദ്ധീകരണവും മാനസാന്തരവും ആവശ്യമില്ലേ പ്രിയ സഹോദരങ്ങളെ? വെളിപ്പാട് പുസ്തകത്തിലെ സഭകൾക്കുള്ള ദൂത് ഏറ്റെടുത്ത് നമുക്ക് മടങ്ങി വരാം പ്രിയരെ. സ്വർഗീയ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമുള്ള കൂട്ടായ്മയിലൂടെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മയുടെ ഊഷ്മളബന്ധം പുതുക്കി നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇന്നത്തെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ.